7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോണ്ടല്ലോ എനിക്ക് ഗുണ്ട സ്വഭാവമാണെന്ന് 12 കൊല്ലം എൻ്റെ കൂടെ പഠിച്ചിട്ട് ഇപ്പോഴും ഭാഗ്യത്തിന് കൂടെയുള്ള ഫിദ പറയലുണ്ട്. ആലോചിക്കുമ്പോൾ സത്യമാണെന്ന് എനിക്കും തോന്നലുണ്ട്. ക്ലാസ് ലീഡറായി മെയിൻ ആവുക, ഫ്രീ ഉള്ള പീരീഡ് വേറെ ടീച്ചേഴ്സിനെ ക്ലാസ് കയറ്റുക മുതലായവയും അതിൽ കൂടുതലും എൻ്റെ കയ്യിലുണ്ടേനി. സദാചാരമായിന് ഇതിൽ മെയിൻ. ലവ് ബേർഡ്സിൻ്റെ കുറേ ശാപം എനിക്കുണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ ഗെറ്റ് ടുഗെദർ വെക്കാനും പഴയ സ്കൂൾ ഫ്രണ്ട്സിനെ കാണാനൊക്കെ എനിക്കൊരു ചടപ്പാണ്. അന്നത്തെ ഇന്നെപ്പോലെ ഒരു സാധനത്തിന് ഇപ്പം കണ്ടാൽ ഞാൻ അടുപ്പിക്കലെന്നെ ഉണ്ടാവില്ല. എൻ്റെ സ്കൂളിൽ പഠിച്ച ആരെങ്കിലും എൻ്റെ അടുത്ത് ഇതുപോലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ. പറഞ്ഞു വരുന്നത്, ദുബായ് വന്നപ്പോൾ പഴയൊരു സ്കൂൾ ഫ്രണ്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്. അവളെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. എന്നാൽ 16 കൊല്ലമൊക്കെ കഴിഞ്ഞ് കാണുന്നതിൻ്റെ എന്തോ ഒരു ഇതും ഉണ്ടായിരുന്നു. അങ്ങനെ അഞ്ജു മോഹനെ 16 കൊല്ലം കഴിഞ്ഞ് കണ്ട്. സത്യം പറയാലോ, കഴിഞ്ഞ ഞായറാഴ്ച കണ്ട് വീണ്ടും കണ്ടൊരു പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി അനുഷനെ വീട്ടിലേക്ക് വിളിച്ച് പാർട്ടിയൊക്കെ തന്ന് കുറേ കത്തി വെച്ച് കഥകൾ പറഞ്ഞ് എമക്ക് കുറേ ചോക്ലേറ്റ്സും ഡ്രസ്സും ഒക്കെ കൊടുത്ത് എമയും ഭയങ്കര ഹാപ്പിയായി. അഞ്ജുവിൻ്റെ ഹസ്ബൻഡ് മനീഷിനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക. പക്ഷെ ഒരുപാട് പരിചയമുള്ള പോലെ തന്നെ സംസാരിച്ച് നമുക്ക് പറ്റിയൊരു അമ്മയും. അങ്ങനെ എല്ലാവരും കൂടി ഒരുപാട് ഇരുന്ന് സംസാരിച്ച് പിന്നെ രാവിലെ നേരത്തെ എല്ലാവർക്കും ഓഫീസുള്ളതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ചു പോന്നു. അഞ്ജുവിൻ്റെ മോള് മാധുവും എമയും നല്ല കൂട്ടായി. ഡാൻസും പാട്ടും ഒന്നിച്ച് ഫുഡ് കഴിക്കലും. അവസാനം തിരിച്ചു പോരുമ്പോൾ രണ്ടാർക്കും ഭയങ്കര സങ്കടേനു. ചേച്ചി എന്ന് പറഞ്ഞ മാധു ഭയങ്കര കരച്ചിലും, കാറിലിരുന്ന് തിരിച്ചു പോകുമ്പോൾ എമൻ്റെ കരച്ചിലും. വർഷങ്ങൾ കഴിഞ്ഞ് പഴയ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമ്മൾ റീകണക്ട് ആവുന്നതും മക്കൾ കണക്ട് ആവുന്നതൊക്കെ ഭയങ്കര ഒരു വല്ലാത്ത ഫീലാണ്.